ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മളിന്ന് 2 മാക്സി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്ക്കാൻ കൊടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു, ഏട്ടൻ പറഞ്ഞു നമുക്ക് ചിക്കൻ വാങ്ങാൻ പോവുക. അവിടെ തയ്ക്കാൻ കൊടുത്ത അവിടുത്തെ ആ താത്ത വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും നേരം നമുക്ക് അവിടെ നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ പോയി. അപ്പോൾ ചിക്കനൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടനും ലല്ലും കൂടി മേടിച്ച് പോന്നു, ചിക്കനൊക്കെ വാങ്ങിച്ച് പോന്നു. അപ്പോൾ ചിക്കൻ ഇങ്ങനെ വാങ്ങിച്ച് പോന്ന്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം, ഉള്ളിയും തക്കാളിയൊക്കെ വാങ്ങണ്ടേന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി. അപ്പോൾ ഉള്ളിയും തക്കാളിയും ചിക്കൻ മസാലയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ലല്ലുണ്ട് ബാക്കിൽ. ലല്ലു അതാ ബാക്കിൽ ഇങ്ങനെ നടക്കണേ. ലല്ലുവിനിപ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടണം, മിഠായി കിട്ടണം. അതിനാണ് അവൻ്റെ അച്ഛൻ്റെ കൂടെ അങ്ങനെ നടക്കണത്, കൈമീൻ പിടിച്ച് നടക്കുക. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അച്ഛാ മിഠായി വേണം എന്ന് വാങ്ങാറിന് നമുക്ക്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചിക്കൻ മസാലയും സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു, വാങ്ങാനുള്ള വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടയത്തെ കാക്ക തക്കാളി ഉള്ളിയൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് ഒക്കെ. അപ്പോൾ ലല്ല് പറഞ്ഞ് ഈ മിഠായി വാങ്ങാറുണ്ട് അവന് അച്ഛനോട് പറഞ്ഞു കൊടുത്തു. അപ്പം ഏട്ടാ മിഠായി എടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കാക്ക എന്തൊക്കെ ചോദിക്കണുണ്ട്. അപ്പോൾ ഏട്ടനിങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ മിഠായിയൊക്കെ ഇങ്ങനെ എടുത്ത് എണ്ണി പിന്നെ ഇതന്നെ കാക്ക എന്തൊക്കെ സാധനങ്ങൾ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക സാധനങ്ങൾ. അപ്പോൾ ലല്ലുവിന് മിഠായി കിട്ടി, ലല്ലുവിൻ്റെ കയ്യിൽ മിഠായി കിട്ടി. ലല്ലു അവിടെ നിൽക്കില്ല, ലല്ലുത പോരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പോൾ തിരിച്ച് പോരുന്ന വഴിക്ക് ഞങ്ങൾ താത്താൻ്റെ വീട്ടിലിറങ്ങി. താത്ത ഇവിടെ അല്ല, താത്ത കട ഉണ്ട്. അപ്പോൾ താത്ത ഇപ്പോൾ ദൂരെ കട. അപ്പോൾ അവിടുന്ന് വൈകുന്നേരം വന്നാൽ ഞാൻ വീട്ടിൽ തയ്ക്കാൻ കൊടുക്കൽ. അപ്പോൾ അവിടെ ഇറങ്ങിപ്പോയപ്പോൾ താത്ത വന്നിട്ടില്ല. അവിടെ വിളിച്ചപ്പോൾ താത്താനെ കാണാനില്ല, താത്ത വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവരെ അനിയത്തിൻ്റെ വീടുണ്ട്, അവിടെ കൊടുത്തിട്ട് പോവാം, താത്തക്ക് വിളിച്ച് പറഞ്ഞാൽ മതി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു.